തുറന്ന കാഹളം കൊണ്ടേ സാധിക്കുകയുള്ളൂ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം മൂന്നാമതായി അള്ളാഹു പടച്ചത് തുറന്ന കാഹളത്തെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സൂറെന്ന് പറയുന്നത്. ഒരഅറാബിയായ മനുഷ്യൻ മുത്തുനബിയുടെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ സൂറെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? ഒന്ന് സൂറിനെ കുറിച്ച് പറയുമോ ഹബീബേ? എന്താണ് സൂർ? എന്താണ് ഈ സൂർ എന്ന കാഹളം? ഒരു ശംഖ് പോലത്തെ വസ്തു കൊണ്ട് അതിങ്ങനെ വായിൽ ഘടിപ്പിച്ചിട്ട് ഊതുവാണോ? എന്താണ് ഈ സാധനം? പഠിക്കണം നമ്മൾ. ലോകം മുഴുവനും കിടുകിടാ വിറപ്പിക്കാൻ പോകുന്ന ഈ സാധനത്തിന്റെ രൂപം എന്താണ്, ഭാവം എന്താണ്, വലിപ്പം എന്താണ്? സൂറെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ സഹാബത്തിനോട് പറയുകയാണ്, പ്രകാശത്താലുള്ള കുഴലാണ് സഹാബ, പ്രകാശത്താലുള്ള കുഴലാണ്. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ആദരവായ പ്രവാചകനെ പറയുകയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ആ സൂറിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, അതിന്റെ നീളമുണ്ടല്ലോ, ഏഴാം ആകാശത്തിന്റെ മുകൾത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ പ്രകാശത്താലുള്ള കുഴലാണ് സൂറെന്ന കാഹളമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്കണേ സഹോദര, 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യൻ ശാസ്ത്രലോകം നിരീക്ഷണം നടത്തിയിട്ട് പറയുകയാണ്, ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെന്ന് പറയുമ്പോ 7 ആകാശങ്ങളുടെ ദൂരം എത്രയാണ്? ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചോദിക്കുകയാണ് നബിയോട്, നബിയേ ആ പരിശുദ്ധമായ ആകാശങ്ങൾക്കിടയിൽ ദൂരം എത്രയാണ്, ദൂരം എത്രയാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് 5000 വർഷമാണ് സഹാബ, 5000 സംവത്സരങ്ങളാണ് സഹാബ. ഒന്നാം ആകാശത്ത് നിന്ന് 2ലേക്കും 3ലേക്കും 4ലേക്കും 5ലേക്കും 6ലേക്കും 7ലേക്കും ഇതേ ദൂരം തന്നെയാണ്. 5000 വർഷത്തെ വഴി ദൂരമാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ബുദ്ധിയുള്ള മനുഷ്യൻ ആ വർഷത്തിന്റെ കണക്കും വഴിദൂരത്തിന്റെ കണക്കും പറഞ്ഞാലേ തിരിയുകയുള്ളൂ. അഥവാ കണക്കാക്കാൻ പറ്റാത്ത ദൂരമാണ്. ചുരുക്കി പറഞ്ഞാൽ 7ആം ആകാശത്തിന്റെ മുകൾത്തട്ട് മുതൽ 7ആം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ ബർക്കത്തായ ഒരു കുഴലാണ് സൂറെന്ന കാഹളമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകാശത്താലുള്ള കുഴലാണ്. ആകാശ സീമകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഊതിയാൽ എല്ലാവരുടെയും ചെവി അടിച്ചു. പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ, അതാ കാണാത്ത രീതിക്കാണ്. അത് പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിലൂടെയാണ് ഊതുക. മൊത്തം എത്ര ഊത്തുണ്ട്? 3 ഊതൽ. ഒന്നാമത്തെ ഊത്തിലൂടെ എല്ലാവരും പേടിപ്പിക്കും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅ ശൈഉൻ അളീം യൗമ തറൗനഹാ تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക ജനതയെ
വിളിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ മനുഷ്യരെ, മാനവാ, ഈ ദുനിയാവിൽ കള്ളുകുടിച്ചും രസിച്ചും രമിച്ചും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും നിലകൊള്ളുന്നതായ സമൂഹമേ, സമുദായമേ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളാണ്, മുസ്ലിമത്തായ പെണ്ണാണ്. കഴിഞ്ഞ ദിവസം 24 അടക്കമുള്ള ന്യൂസ് ചാനലിൽ വന്നുകൊണ്ട് പരസ്യമായി പറഞ്ഞത്, 2 വർഷമായി ഞാൻ MDMA ഉപയോഗിക്കുന്നവളാണ്. കോവിഡിന്റെ സാഹചര്യത്തിൽ വാപ്പ കയ്യിലേക്ക് തന്നതാകുന്ന മൊബൈൽ ഫോണിലൂടെ ഇൻസ്റ്റഗ്രാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൂട്ടുകാരനുമായി ഞാനിതാ പരിശുദ്ധമാക്കപ്പെട്ടതായ ദിവസങ്ങളിൽ ഇബാദത്തെടുക്കാതെ മോശപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് പോയവളാ MDMA ഉപയോഗിക്കുന്നവളായി മാറുകയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ ഉള്ള കൂട്ടുകാരൻ മുഖേന ഞാനിതാ MDMA ഉപയോഗിച്ച് തുടങ്ങുകയാണ്. ആരാണ് പറയുന്നത് മുസ്ലിമേ? ആരാണ് പറയുന്നത് പ്രിയപ്പെട്ട ഉമ്മ? 12 വയസ്സുള്ള മകളാണ്. ഞാൻ 12ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് മാരകമാകുന്ന ലഹരി ഉപയോഗം. എന്ന ചെറുപ്പക്കാർ ഷോർട്ട് ഫോമിൽ പറയുന്നതായ മാരകമാകുന്ന MDMA ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. 12 വയസ്സുള്ള ആൺകുട്ടിയല്ല പറയുന്നത്, മുസ്ലിമത്തായ നല്ല ദീനീ ബോധവും മതനിഷ്ഠയുമുള്ള കുടുംബത്തിൽ പിറന്നതായ മകളാണ്. 12 വയസ്സുള്ളതായ മകളാണ്. വാപ്പ ഖുർആൻ ഓതിയതുകൊണ്ടോ, വാപ്പ നിസ്കരിച്ചതുകൊണ്ടോ, അമ്മ പരിശുദ്ധമാക്കപ്പെട്ട ദീനനുസരിച്ച് ജീവിച്ചതുകൊണ്ടോ ഒരിക്കലും മക്കൾ നന്നാവുകയില്ല. മക്കൾക്ക് ദീനീ ബോധം കൊടുക്കൽ നിർബന്ധമാണ്. ആ കൊച്ചു പറയുകയാണ്, 9ാം ക്ലാസ്സിലേക്ക് ഞാൻ എത്തിയപ്പോൾ എന്റെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബത്തിനും എന്റെ നാട്ടുകാർക്കും എന്റെ സമൂഹത്തിനും എനിക്ക് ഇഷ്ടപ്പെട്ടതാകുന്ന ഫ്രണ്ട്സുകൾക്കുമെല്ലാം ഞാൻ ഇതിന്റെ കാരിയറാ, ഇത് വിൽപ്പന നടത്തുന്നവളായി മാറിയെന്ന് ആ പാവപ്പെട്ട പെൺകുട്ടി ലോകത്തോട് പറയുമ്പോ എവിടേക്കാണ് ലോകത്തിന്റെ പോക്കിയെന്ന് ചിന്തിക്കണേ മുസ്ലിമത്തെ, മുഅ്മിനേ. അല്ലാഹുവിന്റെ ഖുർആൻ ലോക ജനതയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ദുനിയാവിൽ ലഹരി നുണയുന്നവരെ, കള്ളു കുടിക്കുന്നവരെ, പാൻപരാഗ ചവയ്ക്കുന്നവരെ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവരെ, ഹറാമായ തലത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോയിട്ടുള്ള ചെറുപ്പക്കാരാ, സഹോദരാ, മോശപ്പെട്ട ജീവിതം നയിക്കുന്ന സഹോദരി, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറിയാതെ കാമുകരമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തുന്നതായ മുസ്ലിമീങ്ങളാകുന്ന സഹോദരിമാരെ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ മറ്റുള്ള പല സ്ത്രീകളുമായി ബന്ധം പുലർത്താൻ തയ്യാറാകുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, സഹോദരാ, അല്ലാഹുവിന്റെ ഖുർആൻ വിളിക്കുകയാണ്, ഇത്തഖൂ റബ്ബക്കും. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവരോഗ സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ സർവജീവജാലങ്ങൾക്ക് ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂചനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ്, ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന അല്ലാഹുവില്ലേ, ആ അല്ലാഹുവിനെ പേടിക്കണേ. അവൻ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് പോലും ഈ ഭൂമുഖത്ത് നീ ഉണ്ടാവുകയില്ല. തുർക്കിയിലേക്കൊന്ന് കണ്ണോടിക്കണേ, സിറിയയിലേക്ക് നീ ഒന്ന് നോക്കണേ. 7.8 അളവിലാണ് അവിടെ ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വരെ ലോകം കണ്ട ഏറ്റവും വലിയ ഭൂകമ്പമായി ശാസ്ത്രലോകം നിരീക്ഷിക്കുകയാണ്. രാത്രിയിൽ തന്നെ പ്രിയപ്പെട്ടതാകുന്ന മക്കള് വാപ്പയ്ക്ക് ഉമ്മ കൊടുത്തിട്ട് പ്രിയപ്പെട്ട മാതാവിനോട് സലാം പറഞ്ഞു പോയി കിടന്നതാകുന്ന മക്കൾ അനാഥരായില്ലേ? വാപ്പമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടു പോയില്ലേ?